ഉപദേശിക്കാനൊന്നുമില്ല. അവന് അത്യാവശ്യം നല്ല അറിവുള്ള ഒരാളാണ്, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. രാഷ്ട്രീയപരമായിട്ട് അവൻ എന്തൊക്കെയോ ആണെന്ന് എനിക്കറിയില്ല. രാഷ്ട്രീയപരമായിട്ട് നന്നായിട്ട് പഠിക്കണം. രാഷ്ട്രീയത്തിന് നമ്മുടെ കോമഡിയല്ല രാഷ്ട്രീയം, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ അവനോട് പറഞ്ഞൊരു കാര്യം, ഇത്തിരി പൈസ മുടക്കൊക്കെ ഉണ്ടാവോ, പൈസയൊക്കെ എഴുതി വെച്ചോ ഒരു ഉപദേശം ഞാൻ കൊടുത്തിട്ടുണ്ട്. കാശ് മുടക്കേണ്ടി വരും. അല്ല, കാശ് മുടക്കൽ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. രാഷ്ട്രീയത്തിൽ എന്തായാലും ഫ്ലെക്സുകൾ അടിക്കണം, അതടിക്കണം, നാട്ടുണ്ടാക്കണം, അനൗൺസ്മെൻ്റ് നടത്തണം, ഒരു ബൂത്തുകളിലുമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കി കാര്യത്തിൽ അവൻ ഓക്കെയാണ്. ചേട്ടാ, നമ്മുടെ ഒരു ഫിലിം ഇൻഡസ്ട്രി നോക്കുവാണല്ലേ, ഇപ്പം ഓരോരുത്തർക്കും അവരവരുടെ രാഷ്ട്രീയമുണ്ട്. പക്ഷെ കൂടുതലും ആളുകൾ രാഷ്ട്രീയം തുറന്നു പറയുന്ന ഒരു ഇടതുപക്ഷ അനുഭാവമുള്ള രാഷ്ട്രീയമാണ് ആളുകൾ കൂടുതലും തുറന്നു പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അത് പറയാൻ പേടിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാൻ പേടിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് ആളുകളേ ഉള്ളൂ. കുറച്ചാളുകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറുപ്പം എൻ്റെ ഒരു കോൺഗ്രസ് കുടുംബമാണ്. എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 10-32 വർഷം മണ്ഡലം ഭാരവാഹിയൊക്കെ ഇട്ടിരുന്ന ഒരാളാണ്. എൻ്റെ ചേട്ടൻ ജോലി കിട്ടുന്നവരെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരുന്നു. ജോലി കഴിഞ്ഞു പിന്നെ മണ്ഡലം കമ്മിറ്റിയിലൊക്കെ സജീവമാണ്. ഞങ്ങളുടെ ഒരു കോൺഗ്രസ് കുടുംബമാണ്. ഞാനും അങ്ങനെ വഴിവെട്ടി വന്നതാണ്. നമ്മുടെ എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴും ഒരു കോൺഗ്രസിൻ്റെ പതാക എത്തുപതിച്ചായിരുന്നു. എൻ്റെ അമ്മച്ച മരിച്ചപ്പോഴും ഒരു കോൺഗ്രസ് പതാക ഉണ്ടായിരുന്നു. ആ കോൺഗ്രസ് പതാക ഇട്ടിട്ട് ഞാനും പോവുള്ളൂ. അങ്ങനത്തെ ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. വേറൊരു വഴി ചിന്തിച്ചിട്ടേ ഇല്ല. ഇനിയിപ്പോൾ എന്നെ കോൺഗ്രസ് പാർട്ടി ചാദിച്ചാലും വഞ്ചിച്ചാലും എന്തായാലും കോൺഗ്രസിൽ തന്നെ ഉണ്ടാവും, പാർട്ടിയിൽ തന്നെ ഉണ്ടാവും, പാർട്ടി തന്നെ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അത് ആര് പറഞ്ഞാലും. അടിയുറച്ച വിശ്വാസിയാണ്. അടിയുറച്ച വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൽ വരാനായിട്ട് നമുക്ക് ആരും, എനിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ നിയമസഭയിൽ മത്സരിച്ച ആളാണ്. ഞാൻ ഇതിൽ തന്നെ ഉണ്ടാവും. അത് കുറച്ചു കാലം മുന്നേ വരെ ഇവിടെ നമ്മൾ പേര് കേട്ടിരുന്ന 2 പാർട്ടികളുടെ ആയിരുന്നു, LDF UDF. ഈ അടുത്ത സമയത്താണ് മൂന്നാമതൊരു പാർട്ടി, വലതുപക്ഷ പാർട്ടി BJPയുടെ കടന്നുവരവ്. കാര്യമായ രീതിയിൽ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഇപ്പൊ തിരുവനന്തപുരം പിടിക്കുന്നു, ഇപ്പം 35 ഒളിമ്പിക്സ് വരും എന്നുള്ള പത്രികയെ സുരേഷ് ഏട്ടനാണ് തൃശ്ശൂർ എടുക്കുന്നത്, ഫസ്റ്റ് ആയിട്ട് എടുക്കുന്നു. അപ്പം ഓരോ തെരഞ്ഞെടുപ്പിലും അവരുടെ വോട്ട് വിഹിതങ്ങൾ കൂടി വരുന്നു. അപ്പം അവരെ കറക്റ്റായിട്ടൊരു എയിം വെച്ചിട്ട് ഇപ്പൊ ഒരു 5 വർഷം ശേഷം 10 വർഷം ശേഷം ഭരണത്തിലേക്ക് എത്തുക എന്നുള്ള രീതിയിൽ വളരെയധികം ഒരു മൂന്നാമത്തെ പാർട്ടിയുടെ ശക്തി കയറി വരികയാണ്. ഈ ഒരു മാറ്റം ഇവര് ഇപ്പൊ സപ്പോസ് BJP പോലൊരു മൂന്നാമത് പാർട്ടി വന്നു കഴിയുമ്പോൾ അത് ബാധിക്കുക ഇടതുപക്ഷത്തെ ആയിരിക്കുമോ അതെയോ UDF ആയിരിക്കും? UDF ബാധിച്ചിട്ടുള്ളത് ദേശീയ തലത്തിലാണ്. സംസ്ഥാന തലത്തിൽ UDF ഭീഷണിയല്ല. അല്ല. പക്ഷെ അവരിങ്ങനെ വോട്ട് വിഹിതം പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇതൊക്കെ കൂടി വരുന്നുണ്ട്. അത് നമ്മൾ ഉള്ള സത്യം തുറന്നു പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതങ്ങനെ വരുന്നുണ്ട്. അത് കൂടി വരുന്നുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷെ സംസ്ഥാനത്തിന് വലിയ ഭീഷണിയൊന്നുമില്ല. ദേശീയ തലത്തിലാണ്, വടക്കേന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. അവിടെയാണ് കോൺഗ്രസിനൊരു പാളിച്ച പറ്റിയത്. ഒരു തിരിച്ചുവരവ് ഇനി സാധ്യമാണോ അടുത്ത കോൺഗ്രസിന്? തീർച്ചയായിട്ടും അത് വരണം. എന്നാലേ ഈ നാടിന് രക്ഷയുള്ളൂ. പക്ഷേ പല തരത്തിലുള്ള തട്ടിപ്പുകളുണ്ട്. ഈ വോട്ട് ക്രമീകരിക്കണതിൽ അതൊക്കെ കുറേ തട്ടിപ്പുകളും വെട്ടിപ്പുകളൊക്കെ ഈ വർഷത്തിനിടയ്ക്ക് നടന്നിട്ടുണ്ട്. മാറ്റില്ല. ഇപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് വാർഡ് വിഭജനങ്ങൾ നടത്തി ജയിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നോക്കി. പക്ഷേ നടന്നില്ല. എല്ലായിടത്തും UDF മേൽക്കൈ കിട്ടുന്ന രീതിയിലായിരുന്നു എന്നിട്ടും വന്നത്. എത്ര വാർഡ് വിഭജനം നടത്തിയാലും ആൾക്കാർക്ക് ഭരണത്തോടുള്ള വിദ്വേഷം ആൾക്കാർ വോട്ടിൽ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. ഈ ചേട്ടൻ മുന്നേ പറഞ്ഞ കുന്നത്തുനാട് എന്നെ പരാമർശിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, 2020 ഒരു സാന്നിധ്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മുൻ വർഷങ്ങളിൽ ഉള്ളതിനെ അത്രയും ഇല്ലെങ്കിൽ പോലും ഈ വർഷങ്ങളിൽ ഇപ്പം അവർ തന്നെ പറയുന്ന 2 പാർട്ടികളോട് ചേർന്നിട്ട് ഇവരെ ഒഴിവാക്കുന്ന രീതിയിലുള്ളതാണ് പറയുന്നത്. ഈ അങ്ങനെ ഒരു പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു പാർട്ടി എന്ന് നമുക്ക് പറയാം. പക്ഷെ എന്നാൽ അതിപ്പോൾ ആം ആദ്മി പാർട്ടിയൊക്കെ പോലെ ഒരു എന്താ പറയണേ, എല്ലാ പാർട്ടിയിൽ നിന്നും
വിശ്വാസം ഇല്ലാത്തവർ ചേർന്ന് വരുന്ന ഒരു പാർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. ആ പാർട്ടിയുടെ ഒരു കടന്നുവരവും അതിനെതിരെ നിന്ന മറ്റു പാർട്ടികൾ ഈ ഇലക്ഷനിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടി ഏറെക്കുറെ നിലംപരിശാവുക എന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ എന്നാലും മുൻ വർഷത്തിനെ വർഷത്തെ അപേക്ഷിച്ച് അവര് താഴെ പോയി. അവര് പറയുന്ന അവകാശവാദങ്ങളൊന്നും ജനങ്ങള് അംഗീകരിക്കുന്നില്ല. തെളിവോടുകൂടി ആൾക്കാർ പുറത്തുവിടുകയും ചെയ്തു. ശ്രീനിജനൊക്കെ അതിൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞതിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ആൾക്കാർക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ്. പിന്നെ രാഷ്ട്രീയ പാർട്ടികളെ അവഗണിച്ചുകൊണ്ട് കേരളത്തിൽ വേറൊരു കുത്തക സംഭവങ്ങൾ വരാനായിട്ട് സാധ്യത വളരെ കുറവാണ്. രാഷ്ട്രീയ പാർട്ടികളെ അവഗണിച്ചുകൊണ്ട് കേരളത്തിൽ കൈയടക്കാനൊന്നും പറ്റില്ല. 2020 ആ ഒരു ഏരിയയിൽ മാത്രം നിൽക്കുന്ന പാർട്ടി. പക്ഷെ ഞാൻ ഇടപെടുകയല്ല. പക്ഷെ ഈ 2020 പല മത്സരാർത്ഥികളും ഈ തൊടുപുഴ അല്ലെങ്കിൽ മൂവാറ്റുപുഴ ആ ഏരിയയിലേക്കുള്ള തൊടുപുഴ ഏരിയയിലേക്കുള്ള പല വാർഡുകളിലും സർപ്രൈസിങ് ആയിട്ട് ജയിച്ചു എന്നുള്ളതാണ് മറ്റൊരു ഘടകം. മറ്റേ കോലഞ്ചേരി ഏരിയകളാണ് അവരുടെ കുന്നത്തനാട് ഏരിയകളിൽ. അത് പറയാൻ പറ്റില്ല. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ആളുകൾ വോട്ട് ചെയ്യുന്നത് ആൾക്കാരെ നോക്കിയിട്ടാണ്, സ്ഥാനാർത്ഥികളെ നോക്കിയിട്ടാണ്. അവരുടെ ഒരു പാർട്ടി നോക്കിയിട്ടൊന്നല്ല. പാർട്ടി നോക്കിയപ്പോൾ ആര് ജയിച്ചു? ശ്രീനിജൻ ജയിച്ചില്ല അവിടെ. ശശീന്ദ്രൻ ചേട്ടൻ നിന്നാൽ ശശീന്ദ്രൻ ചേട്ടൻ ജയിക്കും. കഴിഞ്ഞ ടൈമിൽ പുള്ളി നിന്നില്ലെന്നേ ഉള്ളൂ. നിന്നാൽ ശശീന്ദ്രൻ ചേട്ടൻ ജയിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ ഈ സഹകരണ സംഘം തെരഞ്ഞെടുപ്പിലൊക്കെ ആൾക്കാർ പേഴ്സണലായിട്ട് വോട്ട് ചെയ്യണ ഒരു മാതൃകയുണ്ട് കേരളത്തിന്. അതിപ്പോൾ കടുത്ത രാഷ്ട്രീയം ഉള്ള ആൾക്കാർ മാത്രമാണ്. അല്ലാത്തവർ ചിലപ്പോൾ രാഷ്ട്രീയം ഒന്ന് മാറ്റി ആളെ നോക്കി ചിലപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായിരിക്കും, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയായിരിക്കും, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും. വിജയിച്ചേക്കണതിൻ്റെ തുല്യത വെച്ച് നോക്കിയിട്ടല്ല, അവർ ചെയ്ത പ്രവൃത്തികൾ. ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ വന്ന് ഇടപെടുക, ഒരാളുടെ കാര്യത്തിൽ ഇടപെടുക, ഒരു കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുക, അങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ടാണ് അവരുടെ വോട്ട് പോകുന്നത്. അത് ആൾക്കാരുടെ ഇടപഴകലും അവരുടെ പ്രവർത്തനവും പോലെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുന്നത്. മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം പ്രതിഫലിക്കും. ഈ ഇപ്പൊ ശശീന്ദ്രൻ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ആ പേര് കേട്ടപ്പോഴാണ് നമുക്ക് ഈ കോൺഗ്രസിലെ ഏറ്റവും നമുക്ക് ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അപ്പം അദ്ദേഹത്തിന് ശരിക്കും കോൺഗ്രസ് പാർട്ടി എത്രത്തോളം ഉപയോഗിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ അല്ലെങ്കിൽ ഇപ്പം എതിർ പാർട്ടിക്കാരെയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനുള്ള നിലപാടുകളൊക്കെ അദ്ദേഹത്തിന് ഒരു ബാക്ക് ഫയർ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. നമ്മള് നല്ലത് ചെയ്താൽ നല്ലത് പറയണ കുഴപ്പമൊന്നുമില്ല. ഞാൻ ആരെ അഭിപ്രായക്കാരനാണ്. ശശി തരൂർ വളരെ ലെജൻഡായിട്ടുള്ള ഒരാളാണ്. എവിടെയും നമുക്ക് എന്തുമാക്കാൻ പറ്റാവുന്ന ക്വാളിറ്റിയും ഇതും ഉള്ള ഒരാളാണ്. അപ്പം ഒരാൾ നല്ലത് ചെയ്ത് നിങ്ങളൊരു നല്ലത് ചെയ്തിട്ട് ആ നല്ലത് ചീത്തയാണെന്ന് വെറുതെ ട്രോൾ ചെയ്തിട്ട് കാര്യമില്ല.